മാത്സിലേക്ക് സ്വാഗതം. ഇതുമായി മാത്തമാറ്റിക്സിൽ തെറ്റിക്കുന്ന ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ വീഡിയോ ആണ്. ഇത് കുട്ടികൾക്ക് മാത്രമല്ല, കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ഇതുപോലുള്ള തെറ്റുകൾ സാധാരണ വരുന്നതാണ്. അപ്പൊ എങ്ങനെയാണ് തെറ്റുന്നത്, ശരി ഏത് തെറ്റേത് എന്നുള്ളത് ഓരോ എക്സാമ്പിൾ എടുത്തിട്ട് പരിചയപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. നമുക്ക് നേരിട്ടിട്ട് കാര്യത്തിലേക്ക് കിടക്കാം. ഒന്ന് എ ഇൻറ്റു ബി ഹോൾ സ്ക്വയർ ആണ്, പിന്നെ ഒന്ന് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണ്. എ ഇൻറ്റു ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എ സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ ആണ്. എ ഇൻറ്റു ബി ഹോൾ സ്ക്വയർ എ സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ ആണ് ഇതിന്റെ റിസൾട്ട്. അപ്പൊ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ചില കുട്ടികൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് എഴുതി കളയും, അവിടെ നിർത്തും. ഇതേ മാതിരിയിൽ ഒരു താരതമ്യം വിചാരിച്ചിട്ട് അവിടെ നിർത്തും. അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മാത്രമല്ല, അതിന്റെ കൂടെ 2ab കൂടിയുണ്ട്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab ഇവിടെ ഇതിന്റെ കൂടെ വന്നാലാണ് ഇത് ശരിയാവുക. അതാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, രണ്ടാമത്തത് എക്സ് റൈസ് ടു എം ഹോൾ റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ഇത് എക്സ്പോണൻസിലാണ്, കൃതിയുമായി ബന്ധപ്പെട്ടതാണ്. ഇതിന്റെ അർത്ഥം എക്സിന്റെ എം കൃതിയും എൻ കൃതിയും ഗുണിക്കുന്നതാണ്. എക്സ് റൈസ് ടു എം ഇൻറ്റു എൻ ആണ് വരിക. അപ്പോൾ എക്സ് റൈസ് ടു എം ഇൻറ്റു എക്സ് റൈസ് ടു എൻ കാണുന്ന ഒരു കുട്ടിക്ക് പെട്ടെന്ന് ഈ ഒരു ഐഡിയ വെച്ചിട്ട് ഇതേമാതിരി അവിടെ എഴുതി കളയും. തെറ്റാണ്. അവിടെ വരുന്നത് എക്സ് റൈസ് ടു എം പ്ലസ് എൻ ആണ്. അപ്പോൾ എന്താണ് വ്യത്യാസം നോക്കുക. ഒരു എക്സിന് ഒരു കൃതി, ഒരു പവർ വന്നിട്ട് വീണ്ടും ഒരു കൃതി, ഒരു പവർ വന്നാൽ ഈ പവറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നാൽ ഇവിടെ എക്സിന് ഒരു കൃതി, എക്സിന് മറ്റൊരു കൃതി ആവുമ്പോൾ എക്സിന്റെ കൃതികൾ തമ്മിൽ ആഡ് ചെയ്യണം, കൂട്ടുകയാണ് വേണ്ടത് എക്സ്പോണൻസ് തമ്മിൽ. ഇനി ഇത് നോക്കൂ, റൂട്ട് ഓഫ് -3 സ്ക്വയർ റൂട്ട് ഓഫ് -3 ഹോൾ സ്ക്വയർ കാണുമ്പോൾ ഏകദേശം ഒരേ മാതിരി തോന്നാം. പക്ഷെ മാത്തമാറ്റിക്കലി എന്താണ് വരിക, ഇവിടെ വരുന്നത് റൂട്ട് ഓഫ് -3യുടെ സ്ക്വയർ ആണ്. അത് വരിക എന്താണ്, പോസിറ്റീവ് 9 ആണ് വരിക, അല്ലെങ്കിൽ 9 ആണ് വരിക. -3യുടെ സ്ക്വയർ 9 അല്ലെങ്കിൽ പോസിറ്റീവ് 9. ഈ 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്ക്വയർ റൂട്ട് എന്താ വരിക, അത് +3യും വരാം അല്ലെങ്കിൽ -3യും വരാം. +3 ആവാം അല്ലെങ്കിൽ -3 ആവാം. അപ്പൊ +3നെ +3 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 9 കിട്ടും, -3നെ -3 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 9 കിട്ടും. ഇതാണ് ഇതിന്റെ റിസൾട്ട്. എന്നാൽ ഇവിടുത്തെ റിസൾട്ട് എന്താണ്, റൂട്ട് ഓഫ് -3 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആൻസർ നമുക്ക് വരുന്നത് -3 ആണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ റൂട്ട് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എക്സ് എന്നാണ്. അപ്പൊ റൂട്ടാണ് ഈ സ്ക്വയറിൽ പോകുന്നത്, മറ്റേത് അങ്ങനെ തന്നെ വരുന്നു എന്നുള്ളതാണ്. ഇവിടെ റൂട്ടിനല്ല, -3 സ്ക്വയർക്കാണ് സ്ക്വയർ വരുന്നത്. അതാണ് ഇതും അതും തമ്മിലുള്ള വ്യത്യാസം. 2 × 3 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 × 3 എന്ന് പറഞ്ഞാൽ 6 സ്ക്വയർ എന്ന് എഴുതാം, അല്ലെങ്കിൽ 2 സ്ക്വയർ × 3 സ്ക്വയർ എന്ന് എഴുതാം. പക്ഷെ ഇവിടെ നോക്കൂ, 2 × 3 സ്ക്വയർ കാണുമ്പോൾ കുട്ടികൾ ഓർമ്മയില്ലാതെ പെട്ടെന്ന് അശ്രദ്ധയോട് കൂടിയിട്ട് 6 സ്ക്വയർ എന്ന് എഴുതി കളയും. 2 × 3 6 സ്ക്വയർ എന്ന് എഴുതി കളയും. തെറ്റാണ്. എന്താണ് വരിക, 2 × 3യുടെ സ്ക്വയർ 9 ആണ്. 2 × 9 വരിക 18 ആണ്. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേറ്റീവ് സ്ക്വയർ എടുക്കുന്ന പോലെ ഇവിടെ അങ്ങനെയല്ല. ഇതിനെ ചെയ്തതിന് ശേഷം മാത്രമേ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ലാസ്റ്റിൽ വരുന്നത് 0⁻1 ആണ്. 0⁻1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ഒരു തവണ എന്ന് പറയുമ്പോൾ അതിന്റെ റിസൾട്ട് വരുന്നത് 0 ആണ്. എന്നാൽ നോക്കൂ, 1⁻0 ഇത് പല കുട്ടികളും 0 എന്ന് എഴുതി കളയും. 1⁻0 പറഞ്ഞാൽ അതിന്റെ റിസൾട്ട് വരുന്നത് 1 ആണ് വരിക. ശ്രദ്ധിക്കുക, 0⁻1 എന്ന് പറഞ്ഞാൽ 0 ആണ്, എന്നാൽ 1⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ് വരിക. ഇത് ഒരേപോലെ കാണുന്നതിൽ തന്നെ ചെറിയ വ്യത്യാസമുള്ള കാര്യങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ടാണ് ഈ ഒരു ക്ലാസ് തയ്യാറാക്കിയിട്ടുള്ളത്. മാത്തമാറ്റിക്സ് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്കെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് പുതിയ ഐറ്റവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.